നമസ്കാരം. KL14ൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബിസിനസ് ഓണറായ നിങ്ങളുടെ വെബ്സൈറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ നിങ്ങളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യും. നിങ്ങൾ ഡെവലപ്പറായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ വെബ്സൈറ്റ് നേരെ നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അവരെ ആശ്രയിക്കാണ്ട് തന്നെ ഒരു ബിസിനസ് ഓണറായ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് താഹ. ഞാനൊരു ബിസിനസ് ഓട്ടോമേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ കൺസൾട്ടൻ്റ് ആണ്. സോഫ്റ്റ്വെയറും ഓട്ടോമേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാം, എങ്ങനെ നിങ്ങളുടെ എക്സ്പെൻസസ് കുറയ്ക്കാം, എങ്ങനെ ബിസിനസ് ഈസി ആക്കാം, ഇതൊക്കെയാണ് എൻ്റെ ജോലി. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്പീഡാണ്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റ് എത്ര പെട്ടെന്ന് ഓപ്പൺ ആവും എന്നുള്ളതിലാണ് ഇതിൽ കാര്യം. അതിപ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങൾ കമ്പ്യൂട്ടറിൽ തന്നെ നോക്കാതിരിക്കുക. നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ ഓപ്പൺ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ഒരു കമ്പ്യൂട്ടറുമേ ആയിരിക്കും നോക്കേണ്ടത്. കാരണം നിങ്ങളുടെ കമ്പ്യൂട്ടറുമേ ഓൾറെഡി നിങ്ങൾ സ്ഥിരമായിട്ട് ആ വെബ്സൈറ്റ് തുറക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും ക്യാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ക്യാഷ് എന്ന് പറയുന്നത് ഒരു തവണ നിങ്ങളൊരു വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ ബ്രൗസർ പല കാര്യങ്ങളും ഓർമ്മയിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പുതിയ ഒരാൾ ഓപ്പൺ ചെയ്യുന്ന പോലെ സ്പീഡ് ആയിരിക്കില്ല നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണും. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വേഗത്തിൽ കാണും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് എപ്പോഴും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫാസ്റ്റ് ആയിരിക്കും. എന്നാലോ പുറത്ത് ഒരു പുതിയ യൂസർ നോക്കുമ്പോൾ അത് സ്ലോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻകോഗ്നിറ്റോ മോഡിൽ പോയിട്ട് ഇവിടെ ന്യൂ ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറയുക, ഗൂഗിളിൽ പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും സർവീസ് നിങ്ങളുടെ വെബ്സൈറ്റിനാണെന്ന് നോക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പോയിട്ട് പെസ്റ്റ് കൺട്രോൾ തൃശ്ശൂരിയാണെന്ന് സെർച്ച് ചെയ്യാണ്. എന്നിട്ടിപ്പോൾ അതിൽ ആദ്യം വരുന്ന വെബ്സൈറ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ റൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യാണ്. കണ്ടില്ലേ, ഇത് ഓപ്പൺ ചെയ്ത നിമിഷം തന്നെ അത് ഓപ്പൺ ആയി. ഫാസ്റ്റാണ്. അപ്പോൾ നമ്മൾ അടുത്ത വെബ്സൈറ്റ് തുറന്ന് നോക്കിയാൽ ഇതും നല്ല സ്പീഡിൽ ഓപ്പൺ ആവുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി താഴെ പോയിട്ട് മറ്റൊരു വെബ്സൈറ്റ് തുറന്നാൽ കണ്ടില്ലേ, ഇത് ഇത്തിരി സ്ലോ ആണ്. ഇത് ഇത്തിരിയല്ല, ഇത്തിരിയിലധികം സ്ലോ ആണ്. ആദ്യം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, പിന്നെ ആ സ്പിന്നർ വന്നു, പിന്നെ പോയിട്ട് ഈ പേജ് ഓപ്പൺ ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വെബ്സൈറ്റ് എന്തായാലും സ്ലോ ആണ്. നമ്മൾ കുറച്ചും കൂടി താഴെ പോയിട്ട് മറ്റൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒന്നൊരു വെബ്സൈറ്റ് ആണെന്ന് തോന്നുന്നില്ല, ഗെറ്റ് ബെറ്റ്, ഇത് നോക്കാം. കണ്ടില്ലേ, ഈ വെബ്സൈറ്റ് വളരെയധികം സ്ലോ ആണ്. ഇത് ഓപ്പൺ ചെയ്ത് ഇവിടെ എത്താൻ കുറച്ചധികം സമയമെടുത്തു. അപ്പോൾ ഒരു റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത് 3 സെക്കൻഡാണ്. ഒരാളൊരു വ്യക്തി ഒരു ലിങ്കുമേ ക്ലിക്ക് ചെയ്തിട്ട് 3 സെക്കൻഡിനുള്ളിൽ അവരെന്തെങ്കിലും കാണണം, അവർ വായിക്കാൻ തുടങ്ങണം. ബാക്കി പിന്നെ ലോഡ് ആയാലും കുഴപ്പമില്ല. 3 സെക്കൻഡിലധികം ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ലോഡ് ചെയ്യാൻ 8, 9, 10 സെക്കൻഡ് എടുക്കുമ്പോൾ ആൾക്കാർ അത് ഓപ്പൺ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ക്ലോസ് ആവും. ക്ലോസ് ചെയ്ത് വേറെ വെബ്സൈറ്റിനോട്ട് പോകും. ഓക്കെ, അങ്ങനെ ആ 3 സെക്കൻഡിൽ ഓപ്പൺ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻകോഗ്നിറ്റോ ക്ലോസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഒരു സ്പീഡ് ചെക്ക് ചെയ്യുന്ന ടൂൾ തരുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോവുക, എന്നിട്ട് ലൈറ്റ് ഹൗസ് സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അടിക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ വരുന്നുണ്ടാവും, ടോപ്പിൽ അവസാനം വരും, ഇതാണ് വെബ്സൈറ്റ്, പേജ് സ്പീഡ് .web. ഇവിടെ പോയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് പെസ്റ്റ് കൺട്രോൾ നേരത്തെ നോക്കിയെന്ന് നോക്കാം. ഈ വെബ്സൈറ്റ് എടുത്ത് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഈ BPC കേരള എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇത് അനലൈസ് ചെയ്യുമ്പോൾ ഇതിൽ 2 കാര്യങ്ങൾ ചെയ്യും. അവർ മൊബൈലിലെയും ഡെസ്ക്ടോപ്പിലെയും സ്പീഡ് ഒന്ന് അനലൈസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്കൊരു റിപ്പോർട്ട് തരും, 100-ൽ ഒരു മാർക്ക് തരും. അതിലേറ്റവും കൂടുതൽ മാർക്ക് എടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അത് മൊബൈലും ഡെസ്ക്ടോപ്പിലും വേറെ വേറെ നമ്മൾ ഹൈ പ്രയോറിറ്റിയിൽ എത്തണം. അതുകൂടാണ്ട് നിങ്ങളുടെ വെബ്സൈറ്റ് സ്ലോ ആണെങ്കിൽ എന്തുകൊണ്ടാണ് സ്ലോ എന്നുള്ള ഒരു അനാലിസിസും ഇവർ തരും. അപ്പോൾ അത് വെച്ച് നമുക്ക് മനസ്സിലാക്കുന്നതാണ് എവിടെയാണ് പ്രശ്നം, എങ്ങനെയാണെന്നുള്ളത് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൊബൈലുമേ ഇതിന് 63 മാർക്കാണ് തന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ പെർഫോമൻസ് മോശമാണ്. അതായത് ആക്സസിബിലിറ്റി SEO ബെറ്റർ ആണ്, ബെസ്റ്റ് പ്രാക്ടീസസും ഓക്കെ. പെർഫോമൻസ്, അതായത് സ്പീഡ് ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്നാലോ ഡെസ്ക്ടോപ്പിലോ അത് 88 മാർക്കാവും. അപ്പോൾ ഇത് വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പല ആൾക്കാരും നിങ്ങൾ വെബ്സൈറ്റിലാണ്, ഡെസ്ക്ടോപ്പിലാണ് നിങ്ങൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക. കൂടുതലും നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ സ്പീഡ് ടെസ്റ്റ് ചെയ്യുക. അത് തെറ്റാണ്. നിങ്ങൾ സ്പീഡ് എപ്പോഴും മൊബൈലുമ്പോൾ ടെസ്റ്റ് ചെയ്യണം. കാരണം കൂടുതൽ ആൾക്കാരും നിങ്ങളുടെ കസ്റ്റമർ ബേസ് മൊബൈൽ ഉപയോഗിച്ചായിരിക്കും കണ്ടുപിടിക്കുക. ഓക്കെ,
മാത്രമല്ല മൊബൈൽ നിങ്ങളിപ്പോൾ നെറ്റ്വർക്ക് ഡേറ്റ, ഫോൺ ഡേറ്റ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതല്ല ഹൈ സ്പീഡ് വൈഫൈയിലല്ല. അപ്പോൾ എപ്പോഴും മൊബൈലുമേ നിങ്ങൾ കൂടുതൽ മാർക്ക് എടുക്കാൻ ശ്രമിക്കണം. മൊബൈലുമേ കൂടുതൽ മാർക്ക് എടുക്കുമ്പോൾ ഡെസ്ക്ടോപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ മാർക്ക് വരും. അപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി താഴെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് സ്ലോ ആണ്. ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. ഇത്രയും സമയം ലോഡ് ചെയ്തിട്ട് പോകും. അപ്പോൾ ഇതിലൊരുപാട് ജാവാസ്ക്രിപ്റ്റ് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ. ഇതെന്താണെന്ന് നിങ്ങളുടെ ഡെവലപ്പർക്ക് അനലൈസ് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ. ഇത്രയും ഈ റെഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവർ സോൾവ് ചെയ്താൽ തന്നെ അവർക്ക് അത്യാവശ്യത്തിനുള്ള സ്പീഡ് കിട്ടും. മാത്രമല്ല സ്പീഡ് കൂടുന്തോറും നിങ്ങൾ ഗൂഗിളിൻ്റെ മുകളിൽ എത്തിക്കൊണ്ടിരിക്കും. കാരണം ഗൂഗിൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഒരാൾ പെസ്റ്റ് കൺട്രോൾ തൃശ്ശൂർ എന്ന് അടിക്കുമ്പോൾ എൻ്റെ വെബ്സൈറ്റ് മുകളിൽ വരണോ എന്നുള്ളത് ഗൂഗിളാണ് തീരുമാനിക്കുക. അപ്പോൾ ഗൂഗിളിൽ ഒരു മനുഷ്യനിരുന്നിട്ട് നോക്കുകയല്ല, ഗൂഗിളിൻ്റെ ബോട്ട്സ് ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയറുകളാണ് നോക്കുന്നത്. അതേ ഗൂഗിളിൻ്റെ ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ പറയുന്നു നിങ്ങളുടെ ലോഡിങ് സ്ലോ ആണ്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക് നിങ്ങളുടെ വെബ്സൈറ്റ് താഴോട്ടാകും. കാരണം അവർക്ക് അവരുടെ ഗൂഗിളുമേ ഏറ്റവും നല്ല വെബ്സൈറ്റുകൾ മാത്രം കാണിക്കാനാണ് താല്പര്യം. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് സ്ലോ ആണെങ്കിൽ അത് അവർ ഓട്ടോമാറ്റിക്കലി അത് താഴോട്ടിടും. അപ്പോൾ എപ്പോഴും ഒരു 90ന് മുകളിൽ മാർക്ക് നമ്മൾ ഈ സ്പീഡ് ഇൻസൈറ്റിൽ എടുക്കാൻ നോക്കണം. അതാണ് പോയിന്റ് നമ്പർ 1. ഇനി പോയിന്റ് നമ്പർ 2 എന്തെങ്കിലും ഒരു ലിസ്റ്റ് ഉണ്ട്. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ വെബ്സൈറ്റിൽ എത്ര ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത ശേഷം അതവിടെ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. നിങ്ങളത് നോക്കണം ആൾക്കാർ ആ വെബ്സൈറ്റിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു കട തുറന്ന പോലെ, ഒരു കട തുറന്നിട്ട് നിങ്ങൾക്ക് കസ്റ്റമർ അകത്തോട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ സെയിൽ നടക്കും? അതേപോലെ നിങ്ങളുടെ വെബ്സൈറ്റിൽ സ്ഥിരമായിട്ട് വിസിറ്റേഴ്സ് വരണം. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള വിസിറ്റേഴ്സ്, നിങ്ങളുടെ കസ്റ്റമർ ആവാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറണം. അത് നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വെബ്സൈറ്റിലുമേ അനലിറ്റിക്സ് ചെയ്തിരിക്കണം. അനലിറ്റിക്സ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഒരു ടൂളാണ്. ഗൂഗിൾ അല്ലാണ്ട് പല കമ്പനികളും ഇത് ചെയ്യുന്നുണ്ട്. ഫ്രീ ടൂൾ ഗൂഗിൾ തരുന്നതുകൊണ്ട് എല്ലാവരും ഗൂഗിൾ ഉപയോഗിക്കുന്നു. നിങ്ങൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ അനലിറ്റിക്സ് ചോദിച്ച് വാങ്ങിക്കണം. അപ്പോൾ അവർ ഇതുപോലെ നിങ്ങൾക്ക് അനലിറ്റിക്സ് സെറ്റ് ചെയ്ത് തരും. അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത്ര പേരുള്ളൊരു കോഡ് എടുത്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ തരുന്നതാണ്. അത് ഒരുമാതിരി ക്യാമറ വെക്കണ പോലെ. അപ്പോൾ ആ അനലിറ്റിക്സ് എപ്പോഴും ആരൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്നു, എത്ര പേജ് കണ്ടു, ഏത് പേജിൽ എത്ര സമയം ഇരുന്നു എന്നുള്ളതൊക്കെ അനലൈസ് എന്ന് പറയും. ഉദാഹരണത്തിന് എൻ്റെ ഒരു വെബ്സൈറ്റാണ്. അതായത് പ്രോക്ഫു ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ വെബ്സൈറ്റാണ്. അപ്പോൾ ഈ വെബ്സൈറ്റുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഡേറ്റ് മാറ്റാം. ഡേറ്റ് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു വർഷത്തിൽ 1.1K ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട്. അതായത് 1000 യൂസേഴ്സ് ഉണ്ട്. 1100 യൂസേഴ്സ് ഒരു വർഷത്തിൽ. ഇത് തെറ്റാണ്. കാരണം ഇതിൻ്റെ മിഡിലിൽ കുറച്ച് കാലം എൻ്റെ കയ്യിൽ അനലിറ്റിക്സ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ അതില്ലാണ്ട് എനിക്കൊരു 1100 യൂസേഴ്സ് ഉണ്ട് എന്ന് എനിക്ക് അറിയാം. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഏത് പേജിലാണ് കൂടുതൽ ആൾക്കാരുള്ളതെന്ന് ഇപ്പോൾ ഞാൻ ഓവർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ, ഇവിടെ എൻഗേജ്മെൻറ്റ് ഓവർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഏത് പേജിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നതെന്നത് എനിക്കറിയാം. കൂടുതൽ ആൾക്കാർ എൻ്റെ ഹോം പേജിൽ പോവും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞാൻ എഴുതുന്ന ഫിൽറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കും. എൻ്റെ യൂസേഴ്സ് എല്ലാവരും കമ്പ്യൂട്ടറിൻ്റെയാണ്. കാരണം ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് സോഫ്റ്റ്വെയറിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന എല്ലാവരും കമ്പ്യൂട്ടറിൽ അത് ഉപയോഗിക്കാം. മൊബൈലിൽ എനിക്ക് ഈ ബേസ് ഇല്ല. എന്നാലോ നിങ്ങളുടെ വെബ്സൈറ്റിൽ കൂടുതൽ ആൾക്കാരും മൊബൈലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കണം ഏതൊക്കെ പേജാണ് ആൾക്കാർ കൂടുതലായിട്ട് വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ ഈ പേജിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വരുന്നത്. 205 പേര് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്നിട്ട് ഏകദേശം 2 മിനിറ്റോളം അവർ എന്താ പറയുക ഏകദേശം 50 സെക്കൻഡോളം അവർ ആ പേജിൽ ചിലവഴിക്കുന്നുണ്ട്. ഡാഷ്ബോർഡുമേ 1 മിനിറ്റോളം ചിലവഴിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പേജസ് ആണ്. ഇതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ അനലിറ്റിക്സ് ചോദിച്ച് വാങ്ങിക്കുക. അത് വാങ്ങിച്ചിട്ട് സ്ഥിരമായിട്ട് നിങ്ങളൊരു 5-6 കാര്യങ്ങൾ അതിൽ നോക്കണം. അതായത് നിങ്ങൾക്ക് ഓഡിയൻസ് വരുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് ആൾക്കാർ വരുന്നുണ്ടോ? യൂസേഴ്സ് വരുന്നുണ്ടോ? സ്ഥിരമായിട്ട് നിങ്ങൾക്ക് യൂസേഴ്സ് വേണം. അതില്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് കാര്യം. രണ്ടാമത് നോക്കേണ്ടത് എവിടെ നിന്നാണ് യൂസേഴ്സ് വരുന്നത് എന്നും നോക്കണം. ഇപ്പോൾ എൻ്റെത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും വരുന്നത് ഇപ്പോൾ എൻ്റെ ഓവർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടുതൽ വരുന്നത് 773 പേര് വരുന്നത് ഗൂഗിളിൽ നിന്നാണ്. ചിലർ പോഡിയോ എന്ന് വരും, ചിലർ ChatGPT എന്ന് വരും. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സോഴ്സ് എവിടെയാണെന്ന് നോക്കണം. അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നത് എത്ര ആൾക്കാർ വരുന്നു, അവർ എവിടെ നിന്ന് വരുന്നു, ഈ 2 കാര്യങ്ങൾ. മൂന്നാമത്തേതെന്ന് പറയുന്നത് അവർ ഏതൊക്കെ പേജിൽ എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നുള്ളതാണ്. നാലാമത് പറയുന്നത് അവരുടെ ഡിവൈസ് ഏതെന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത്, അതായത് ആഴ്ചയിൽ ഒരു തവണ വാച്ച് ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ് സമയം എടുത്തൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വെബ്സൈറ്റ് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ വർക്ക് ആവുന്നില്ല എന്നുള്ള പക്ഷം നിങ്ങൾ ഡെവലപ്പറെ കോൺടാക്ട് ചെയ്തിട്ട് അത് ബെറ്റർ ആക്കണം എന്നുള്ളതാണ് കാര്യം.
അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഗൂഗിളിൽ ഞാൻ പോയിട്ട് പെസ്റ്റ് കൺട്രോൾ തൃശ്ശൂർ എന്നടിക്കുമ്പോൾ, അതായത് നിങ്ങളെ യൂസേഴ്സ് അങ്ങനെ ആയിരിക്കുമല്ലോ നോക്കുക, അക്കൗണ്ടിങ് സർവീസസ് ദുബായ്, അതല്ലെങ്കിൽ വെബ് ഡിസൈൻ സർവീസസ് യൂറോപ്പ്, ഇങ്ങനെയൊക്കെ. യൂറോപ്പ് എന്നാലും അടിക്കുക, വെബ് ഡിസൈൻ സർവീസസ് ലണ്ടൻ, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർ അടിച്ചു നോക്കിയിട്ടാണ് നിങ്ങളുടെ കമ്പനിയുടെ വെബ്സൈറ്റുമേ അവരെത്തുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഗൂഗിൾ നിങ്ങളുടെ വെബ്സൈറ്റ് അവിടെ കാണിക്കുക? അപ്പോൾ അതിന് ഗൂഗിളിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. നിങ്ങളുടെ വെബ്സൈറ്റുമേ ഇങ്ങനെ ചെയ്ത് വെക്കണമെന്ന്. അത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങൾ പെസ്റ്റ്, അതായത് ഒരു വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ, വെബ്സൈറ്റിൻ്റെ ഹെഡിങ് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലഗിൻ ക്രോമിൽ കിട്ടും. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വെബ് പേജ് ഷെർലോക്ക് എന്ന് പറയുന്ന ഒരു പ്ലഗിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഹോം പേജിൽ കയറിയിട്ട് ഈ വെബ് പേജ് ഷെർലോക്ക് എന്ന് അടിക്കുമ്പോൾ എനിക്കിവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ടൈറ്റിൽ മര്യാദയ്ക്ക് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഹെഡിങ് ആണ് കറക്റ്റ്. ഇവിടെ ഒരു പ്രശ്നവും കാണുന്നില്ല. ഏകദേശം എല്ലാം മര്യാദയ്ക്ക് ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് SEO ചെയ്ത ഒരു വെബ്സൈറ്റ് ആണെന്ന് മനസ്സിലാക്കാം. നമ്മൾ മറ്റൊരു പേജിലോട്ട് പോകാം. ഇപ്പോൾ ആൻസ് കൺട്രോൾ എന്ന് പറയുന്ന മറ്റൊരു പേജിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ വീണ്ടും ഇതേപോലെ ചെയ്ത് നോക്കുക. ഈ പേജിലും SEO ചെയ്തിട്ടുണ്ടോ എന്ന്. ഈ പേജിലും SEO മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അധികം SEO ചെയ്യാത്ത മറ്റേതെങ്കിലും ഒരു വെബ്സൈറ്റിനെ പോയി നോക്കുക. കുറച്ച് പഴയ വെബ്സൈറ്റുകളും എടുത്തു നോക്കാം. അറിയില്ല, നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. റെയ്ഡ്സ് പെസ്റ്റ് കൺട്രോൾ എന്ന മറ്റൊരു വെബ്സൈറ്റാണ്. ഞാനിവിടെ പോയിട്ട് ഇത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവരും നന്നായിട്ട് SEO ചെയ്തിട്ടുണ്ട്. SEO നന്നായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ എറർ കാണിക്കും. ഇതേപോലെ 6 കൺസേൺ വാർണിംഗ്. അതായത് ഇവർ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് ചെയ്തിട്ടില്ല. ഇതെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ ഓരോ പേജിലും പോയിട്ട് മര്യാദയ്ക്ക് SEO നടന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അത് നടന്നിട്ടില്ല എന്നുള്ള പക്ഷം നിങ്ങളൊരു SEO കമ്പനിയെ ഹയർ ചെയ്തിട്ട് നിങ്ങൾ അതൊക്കെ സെറ്റപ്പ് ചെയ്യുക. ഒരു വെബ്സൈറ്റ് മാത്രം ചെയ്തിട്ട് വെച്ചിട്ട് കാര്യമില്ല. വെബ്സൈറ്റ് ചെയ്ത ശേഷം അതിനകത്ത് കുറച്ച് പൈസ എടുത്തിട്ട് SEOക്ക് സ്പെൻഡ് ചെയ്യണം. അതായത് നിങ്ങളുടെ ബേസിക്സ് എങ്കിലും ശരിയായിട്ട് ഇരിക്കണം. ഇത് ശരിയില്ലാത്തൊരു വെബ്സൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കണത്. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്, കാണുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നല്ല ചെറിയ കുഴപ്പങ്ങളുണ്ട്. കണ്ട, ഇത് ഒരേ പേജിൽ തന്നെ ഒരു 6 തവണ ഒരേ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിയില്ല. ഇത് എവിടുന്ന് വരുന്നു എന്നും എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗൂഗിൾ കാണുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് നല്ലതല്ല എന്ന് തീരുമാനിച്ചിട്ട് ഗൂഗിൾ അത് മുമ്പിലോട്ട് വെക്കില്ല. അതാണ് കാര്യം. അതായത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കിടക്കണമെങ്കിൽ വേറെ വീഡിയോ തന്നെ വേണ്ടി വരും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിന് ബേസിക്സ് SEO ചെയ്തിരിക്കണം. അത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ ഇതുപോലൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഓരോ പേജിലും കയറി നോക്കുക. ഇങ്ങനെ കൺസേൺസ്, വാർണിംഗ് ഒക്കെ കാണുമ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചിട്ട് അത് ഫിക്സ് ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങളുടെ ഈ SEO എന്ന് പറയുന്ന കലാപരിപാടി. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാൾ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് അവർക്ക് നിങ്ങളുടെ സർവീസ് ഇഷ്ടപ്പെട്ട അവർക്ക് നിങ്ങളുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള സൗകര്യം നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ പെസ്റ്റ് കൺട്രോൾ തൃശ്ശൂർ നമ്മൾ വീണ്ടും പോകാം. എന്തിനാണ് തൃശ്ശൂരിലെ പെസ്റ്റ് കൺട്രോൾ നോക്കുന്നത് എനിക്കിപ്പോഴും അറിയില്ല. ബട്ട് നോക്കാം. ഞാൻ ഈ വെബ്സൈറ്റിൽ കയറി. ഓക്കെ, എനിക്ക് ഇവരുടെ സർവീസസ് ഇഷ്ടപ്പെട്ടു. ഇനി ഇവരെ എങ്ങനെ കോൺടാക്ട് ചെയ്യും? ഇവരുടെ എളുപ്പത്തിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവർ ഇമെയിലും കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഫോൺ നമ്പർ എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ മൊബൈലുമേയാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് ആ മൊബൈലുമേ ഇത് ക്ലിക്ക് ചെയ്താൽ വിളിക്കാൻ പറ്റണം. ഇവരത് കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ മിസ്റ്റേക്ക്. ഒരു കസ്റ്റമർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ എപ്പോഴും സൂപ്പർ ഈസി ആക്കി കൊടുക്കണം. അവർക്ക് ഒരു ബട്ടൺ അമർത്തിയാൽ നിങ്ങളെ വിളിക്കാൻ പറ്റണം. അത്രയും ഈസി. അതല്ലെങ്കിൽ ഫ്രിക്ഷനാണ്. അവർക്ക് പിന്നെ ഇവരെ കഷ്ടപ്പെട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അവർ കോളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ആൾക്കാർക്ക് അത്ര പേഷ്യൻസ് ഈ കാലത്ത് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു നമ്പർ അല്ലാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ട, ഈ മുകളിലത്തെ നമ്പർ അവർ കോൺടാക്ട് ചെയ്യുന്ന പോലെ ആക്കിയിട്ടില്ല. പക്ഷെ താഴത്തെ നമ്പർ അവർ കോൺടാക്ട് ചെയ്യുന്ന പോലെ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതേപോലെ ഇതും ചെയ്തിട്ടുണ്ടെങ്കിൽ കൺവേർഷൻ കൂടുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതല്ലാണ്ട് നിങ്ങൾ മൊബൈലുമേ കയറി നോക്കുക. ഇപ്പോൾ ഒരാൾ മൊബൈലുമേയാണ് ഈ വെബ്സൈറ്റ് നോക്കുന്നുള്ളതെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഇവർ മൊബൈലുമേ ഈ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ അവിടെയും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ആ ഐക്കണിൻ്റെ മുകളിലാണ് ഇവരുടെ കുക്കീസ് ഐക്കൺ വരേണ്ടത്. അത്
ചെയ്യാൻ പാടില്ല. കാരണം ഇവര് ക്ലിക്ക് ചെയ്യുമ്പോ പല ആൾക്കാരും പല രീതിയിൽ ചിലർക്ക് തടിച്ച വിരലൊക്കെ ഉണ്ടാവും. അവര് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ സാധനങ്ങളായിരിക്കും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലുമാണ് കൊടുക്കേണ്ടത്. സോ ബേസിക്കലി ചുരുക്കം പറഞ്ഞാൽ ഒരാൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമാക്കി കൊടുക്കണം. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നോക്കിയാലോ, പെസ്റ്റ് കൺട്രോൾസ് ഓഫ് ഇന്ത്യ എന്നുള്ള വെബ്സൈറ്റിൽ നോക്കാം. ഇവിടെ അവർ കോൺടാക്റ്റ് ഫോർമാണ് കൊടുത്തിട്ടുള്ളത്, അതല്ലാണ്ട് ചാറ്റ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ, എളുപ്പത്തിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും നിങ്ങളെ. ഓക്കെ, അതാണ് അടുത്ത കാര്യം. ഒരാൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ഇവിടെ വലിയ വലിയ അക്ഷരത്തിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഏത് നമ്പർ വേണമെങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആൾക്കാർക്ക് നിങ്ങളെ വിളിക്കണമെങ്കിൽ എളുപ്പത്തിൽ വിളിക്കാം. അപ്പോൾ മൊബൈലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ വിളിക്കാനുള്ള സൗകര്യം ഇവരാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരാൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ എത്തി, നിങ്ങളുടെ സർവീസസ് ഇഷ്ടപ്പെട്ടു, അടുത്തത് അയാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എത്രയും എളുപ്പത്തിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നല്ല കാര്യം. അപ്പോൾ അതിന് വേണ്ട നമ്പറോ ഐക്കണോ എന്താന്ന് വെച്ചാൽ വലിയ ചക്ക അക്ഷരത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ കൊടുക്കണം. അത് ഒന്ന് കൊടുത്താൽ മതി. അതല്ലാതെ ഒരു അക്ഷരം കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ഇടുന്ന പോലെ ചെയ്യാൻ പാടില്ല. വളരെ ഈസി ആയിട്ട് അവരുടെ മൊബൈലുമായി എളുപ്പത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് വിളിക്കാൻ പറ്റുന്ന പോലെ അത് ചെയ്തു വെക്കണം. സോ ഇവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് ഇവിടെ സ്റ്റക്കാണ്. അപ്പോൾ ഏത് പേജിൽ നിന്ന് വേണമെങ്കിലും എനിക്ക് എളുപ്പത്തിൽ ഇവരെ വിളിക്കാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ ക്ലിക്ക് ചെയ്യുമ്പോൾ കോൾ പോകുന്നുണ്ട്. അവരത് കൂടാണ്ട് ഈ ഒരു ചാറ്റ് ബോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാറ്റ് ബോട്ട് കൊടുക്കുന്നത് ഒരു തരത്തിൽ നല്ലതാണ്. കാരണം എന്താ പറയുക, ഇപ്പം നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു 8 മണിക്കൂർ ഉണ്ടാവും. ഓക്കെ, ആ 8 മണിക്കൂറിന് ശേഷം നിങ്ങൾ പേഴ്സണലി അവൈലബിൾ അല്ല എന്നുള്ള സമയത്ത് ഒരു ചാറ്റ് ബോട്ട് കണ്ടാൽ 100% നഷ്ടമാവുന്നതിന് പകരം അവർ ചിലപ്പോൾ മെസ്സേജ് അയച്ചു വിട്ടേക്കും. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വിളിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു വെക്കുക. അപ്പോൾ അതാണ് 4ാമത്തെ പോയിന്റ്. നിങ്ങളെ വെബ്സൈറ്റിൽ നിന്ന് എത്ര ഈസി ആയിട്ട് നിങ്ങളെ കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഫൈനലി 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൊബൈൽ റെസ്പോൺസീവ്നെസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും വെബ്സൈറ്റ് ഡെസ്ക്ടോപ്പുമ്പോൾ ചെയ്തിട്ട് കമ്പ്യൂട്ടറുമ്പോൾ നോക്കിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് പോരാ. ഈ കാലഘട്ടത്തിൽ ഒരു 90-95% മുകളിലുള്ള കസ്റ്റമേഴ്സ് വരുന്നത് മൊബൈലിൽ കൂടിയാണ്. ഓഫീസിലിരിക്കുമ്പോൾ ആരും സർവീസസ് തപ്പാറില്ല. അവർ ഒന്നെങ്കിൽ പോകുമ്പോഴോ വരുമ്പോഴോ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് എനിക്കിത് വേണമല്ലോ അതിൻ്റെ മൊബൈലും അന്വേഷിക്കണം. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് എപ്പോഴും മൊബൈൽ റെസ്പോൺസീവ് ആയിരിക്കണം. ഒന്നാമത് മൊബൈലിൽ ഫാസ്റ്റ് ആയിരിക്കണം, മൊബൈലിൽ എളുപ്പത്തിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അനലിറ്റിക്സിൽ കയറിയിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സ് മൊബൈലിൽ കൂടിയാണോ വരുന്നത് എന്നുള്ളതും കൂടി നോക്കണം. എൻ്റെ കസ്റ്റമേഴ്സ് മൊബൈലിൽ കൂടി ആരും വരുന്നില്ല. അപ്പം ഞാൻ മൊബൈലിൽ ഓപ്റ്റിമൈസ് ചെയ്തിട്ട് ഒരു ഉപയോഗമില്ല. എൻ്റെ കസ്റ്റമേഴ്സ് കമ്പ്യൂട്ടറിൽ വരുന്നതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടറിൽ ഓപ്റ്റിമൈസ് ചെയ്ത് നോക്കും. ഓക്കെ, ഈ വെബ്സൈറ്റ് വളരെ നന്നായിട്ട് മൊബൈലും ഓപ്റ്റിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പേജും എനിക്ക് മര്യാദയ്ക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. എളുപ്പത്തിൽ മെനു ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റൊരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റ് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ഇവരുടെ വെബ്സൈറ്റുമേ മൊബൈൽ കയറിയിട്ട് ഇവിടെ ഓൾറെഡി പ്രശ്നമാണ്, വിളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഐക്കണിൻ്റെ മുകളിലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. മെനു ഇങ്ങനെയാണുള്ളത്. അപ്പോൾ താഴെങ്ങാനും പോയി കഴിഞ്ഞാൽ അവർക്ക് രണ്ടാമത് മെനു കിട്ടണമെങ്കിൽ മുകളിലോട്ട് പോകണം. ഇതത്രയും നല്ലൊരു ഡിസൈൻ അല്ല. ഈ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോഴത്തെ സമയത്ത് 2026 AI ഒക്കെ വന്ന സമയത്ത് ഇതൊക്കെ വളരെ 100% ആയിട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ്. വെബ്സൈറ്റിൻ്റെ ഏത് ഭാഗത്തു നിന്നും മെനുവിലോട്ട് പോകാൻ പറ്റണം, വെബ്സൈറ്റിൻ്റെ ഏത് ഭാഗത്തിലിരുന്നാലും എളുപ്പത്തിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് നിങ്ങൾ ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ വെബ്സൈറ്റ് ഫാസ്റ്റ് ആണോ, അങ്ങനെ പേജ് ഇൻസൈറ്റ് തന്നെ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ വെബ്സൈറ്റിൽ മര്യാദയ്ക്ക് SEO ചെയ്തിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് നോക്കാൻ അറിയില്ലെങ്കിൽ ഇതുപോലൊരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് ചുമ്മാ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ പറഞ്ഞു തരും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. 3ാമത്തെ കാര്യം, നിങ്ങളുടെ വെബ്സൈറ്റിൽ എൻക്വയറി, നിങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഈസിയാണ്. ഒരാൾ വെബ്സൈറ്റിലെത്തിയിട്ട് നിങ്ങളെ സർവീസസ് ഇഷ്ടപ്പെട്ടാൽ എത്ര എളുപ്പത്തിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ ടെസ്റ്റും ചെയ്യണം. പല ആൾക്കാരും വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കോൺടാക്ട് ഫോം അതിൽ വെക്കും, നമ്പർ അതിൽ വെക്കും, പക്ഷേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ നമ്പർ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലും അത് ആക്ച്വലി ടെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വെബ്സൈറ്റുമ്പോൾ പോയിട്ട് ഫീഡ്ബാക്കോ ചാറ്റോ ഫോണോ എന്താണെന്ന് വെച്ചാൽ അത് വിളിച്ചിട്ട് അപ്പുറത്ത് കോൺടാക്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം.
നാലാമത്തത് മൊബൈലുമ്മേ നിങ്ങളുടെ വെബ്സൈറ്റ് അടിപൊളിയായിട്ട് നടക്കണം. നിങ്ങളെ കൂടുതൽ കസ്റ്റമറും 95% മുകളിൽ മൊബൈലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ മൊബൈലുമ്മേ അത് ഫാസ്റ്റ് ആയിരിക്കണം. മൊബൈലുമ്മേ അത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാകണം. എല്ലായിടത്തും മെനു വേണം. എല്ലായിടത്തും വിളിക്കാൻ പറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അഞ്ചാമത്തത് അനലിറ്റിക്സ് സെറ്റപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഡേറ്റ നോക്കുക. 5 കാര്യങ്ങൾ. എത്ര ആൾക്കാർ വരുന്നുണ്ട്, അവർ എന്തിനാണ് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, ഏത് പേജിലാണ് അവർ ടൈം സ്പെൻഡ് ചെയ്യണത്, അതല്ലാണ്ട് അവർ ഏത് പേജിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, എത്ര ആൾക്കാരാണ് വരുന്നത്. പിന്നെ അങ്ങനെ ഈ ഡേറ്റ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ്, അതായത് ആൾക്കാർ വന്നില്ലെങ്കിൽ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. അതുപോലെ നിങ്ങൾക്ക് ബിസിനസ്സുമായിട്ട് സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ ഈ കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. അതുവരെ ടെൽ ഫുഡ് ഇൻ ബിസിനസ്. ബൈ.